എവിടെ പോവാ ഹൈസ? എവിടെ പോവാ? ഞങ്ങളിന്ന് ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക ഗൈസ്. ഇന്നത്തെ പോക്ക് അങ്ങോട്ടാണ്. നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ്. ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ട് വരുന്ന വരവാണ് എൻ്റെ ഹസ്ബൻഡ്. ലുഡു വരെ പോയതാണ്. അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് ഫംഗ്ഷൻ നടക്കുന്ന ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരോട്ട് പോകണം കേട്ടോ. ഏകദേശം ഒരു നമ്മുടെ അൽവാദമാളിൻ്റെയൊക്കെ അടുത്തായിട്ടാട്ടോ ഈ ഫംഗ്ഷൻ നടക്കുന്നത്. കൃഷ്ണജി നമുക്ക് ലൊക്കേഷൻസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടാക്സി കയറിപ്പോയി. ഹസയ്ക്ക് ടാക്സി കയറി പോകുമ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ. ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് സ്വന്തം സീറ്റിലിരിക്കണം. ടാക്സിയിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ പോയി വന്നിട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാട്ടോ. കൃഷ്ണജൻ്റെ കൊച്ചിൻ്റെ സെക്കൻഡ് ബേബീൻ്റെ 1ാം ബർത്ത്ഡേ കേട്ടോ. ഹസമോളെ കുറേ കളിപ്പിച്ച് നമ്മൾ പോവുകയാണ്. പിന്നെ ഹസമോൾക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ. ഹസമോളുടെ കൂടെ ഇപ്പോൾ 1 മാസമായിട്ട് ഞങ്ങൾ രണ്ടും അടുത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ടാക്സി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഹസമോളുടെ ട്രോളിയൊക്കെ എടുത്തിട്ട് പോയി കേട്ടോ. ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ റോസ്മിൻ വന്നു. അങ്ങനെ റോസ്മിനെയൊക്കെ കൂട്ടി ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. റോസ്മിൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു ഫ്രണ്ടാട്ടോ. അവളുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എടുത്ത കുഞ്ഞില്ലേ, അതാട്ടോ ബർത്ത്ഡേ ഗേള്. അങ്ങനെ ഹസമോളുടെ അടുത്ത് കളിക്കുമായിരുന്നു. അങ്ങനെ പ്രശ്നം അവിടെ കേക്ക് കട്ടിങ്ങിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. ഞാൻ ഓർത്ത ഹസമോൾ ഞാൻ കുഞ്ഞിക്കുട്ടീനെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അലമ്പാക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, ഹസമോൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസമോൾ കളിക്കുന്നത് കണ്ടോ. അല്ലെങ്കിൽ അവളെ തൊടുമ്പോൾ അവൾ വലിയ പരാതിയൊക്കെ പറയുന്നതാണ്. ഇപ്പം കൊച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് സെക്ഷൻ വന്നിട്ട് കൃഷ്ണജൻ്റെ ഫാമിലി ആയിട്ടോ. കൃഷ്ണജൻ്റെ ഹസ്ബൻഡ്, അമ്മ, ബ്രദറൊക്കെ ഉണ്ട്. പിന്നെ അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഫോട്ടോഷൂട്ടും നടക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ആ തിങ്സൊക്കെ എടുത്തിട്ടൊന്ന് വെച്ച് വെറുതെ കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പം ഹസമോൾക്ക് അത് വലിയ ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഹസമോളുടെ മുഖത്ത് അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ കൃഷ്ണജ എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ബോംബെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വർക്ക് ചെയ്തപ്പോൾ ഉള്ള പരിചയം കേട്ടോ. അങ്ങനെ അബുദാബിയിലും അവൾ വന്ന് അങ്ങനെയുള്ള കൂട്ടാട്ടോ. നല്ലൊരു ഫ്രണ്ടാണ് അവൾ. നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറമായിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നല്ല അടിപൊളി ഫുഡായിരുന്നു. ബൊഫേ സിസ്റ്റം പോലെയായിരുന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. ഇനി പയ്യെ അൽവാദമാളിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഹസമോളയും വെച്ചിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുവാണേ. അത് നമ്മുടെ ഒരു ഇതാണല്ലോ, ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അറിയിപ്പോൾ ഫോട്ടോയും വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അൽവാദമാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലിഫ്റ്റിൽ മുകളിലോട്ട് പോകും കേട്ടോ. അപ്പം നമ്മളുടെ ട്രോളിയിൽ നിന്ന് ഉന്തി പുറത്ത് ചാടി വെച്ചിട്ട് തന്നെ നിൽക്കുക ലിഫ്റ്റിൽ. ഗ്ലാസ് ഇതായിട്ടുള്ളതുകൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലോ. അങ്ങനെ അതിലൂടെ അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ അവളെ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഇപ്പം ഓടിപ്പാഞ്ഞ് എല്ലായിടത്തും പോകും കേട്ടോ. എപ്പോഴും ഒരാൾ പുറകെ ഓടണം. അങ്ങനെ കപ്പൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. അവിടെ നിന്ന് ഇറങ്ങി ഓടുക അടുത്ത സെക്ഷനിലേക്ക്. അങ്ങനെ നമ്മൾ അൽവാദമാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഹസമോളെ ഉണ്ടോ ഈ ട്രോളിയിൽ കയറ്റിയിട്ടു. അവളുടെ സ്വന്തം ട്രോളിയാണ് ഞങ്ങൾ പുറത്ത് കയറുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറ്റി എത്തിയിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം. ബൈ ബൈ.